നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 ഈ ആഴ്ച 2 എവിക്ഷനാണ് നടന്നിരിക്കുന്നത്. അതിൽ പല ആൾക്കാർക്കും ഭയങ്കര അസംതൃപ്തി, പല ആൾക്കാരും പല രീതിയിലും അത് പ്രകടിപ്പിച്ചു തുടങ്ങി. യൂട്യൂബേഴ്സൊക്കെ ഒത്തിരി അതിനെപ്പറ്റി വീഡിയോ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ബിഗ് ബോസ് സീസൺ 6 ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഏകദേശം 80% കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കി 20% ഉണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന വീക്ക് എന്ന് പറയുന്നത് ഫിനാലെ ടാസ്ക് വീക്കാണ്. അതിലൂടെ എല്ലാ ദിവസവും മത്സരങ്ങളുണ്ട്. അതിലൂടെ ആരൊക്കെയാണ് വിൻ ചെയ്യുന്നത് ആ പോയിന്റ് ഡയറക്റ്റ് അവരെ ഫിനാലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ 2 എവിക്ഷനാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. ഒന്ന് നമ്മുടെ അൻസിബ, 2 അപ്സര. ഇതിനകത്ത് അൻസിബയുടെ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും നാളിവിടെ നിന്നതിൽ അൻസിബ ശരിക്കും അത് ഡിസർവിങ് ആണെന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അൻസിബ നല്ല രീതിയിൽ ആദ്യത്തെ കുറച്ച് നാളത്തെയുള്ള ഒരു ഗ്യാപ്പിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കലിനുള്ള ഈ ഗെയിമിനോട് ഒരു പൊരുത്തപ്പെട്ട് വരുന്നതിൻ്റെ ഒരു സമയം എടുത്തതിന് ശേഷം അൻസിബ വളരെ നല്ല രീതിയിൽ ഒരു മൈൻഡ് ഗെയിമാണ് ഇവിടെ കളിച്ചിരിക്കുന്നത്. അൻസിബ ബാക്കി എല്ലാവരെയും പോലെ ഒരു ഫിസിക്കൽ ടാസ്കിലൊന്നും അങ്ങനെ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷേ അൻസിബ ഒരു മൈൻഡ് ഗെയിമിനകത്ത് കളിച്ചെന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ, ഈ ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും കണ്ണിങ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് കറക്റ്റായിട്ട് ജഡ്ജ്മെൻറ്റുള്ള ഒരു വ്യക്തിയാണ് അൻസിബ. അൻസിബയാണ് ബാക്കിയുള്ളവരിലേക്ക്, ഇപ്പോൾ ആദ്യം തുടങ്ങി പറയുകയാണെങ്കിൽ റോക്കിയിലേക്ക്, ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യം ഗബ്രി ജാസ്മിൻ്റെ ഒരു തരികിട ഫ്രണ്ട്ഷിപ്പായിരുന്നു, അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്കായിരുന്നു. അവർ അതിൽ സേഫ് സോണായിട്ട് നിന്നുകൊണ്ട് സ്കില്ലുള്ള ആൾക്കാരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നു, പുറത്താക്കുന്നു. അതൊരു വേറൊരു ക്രൂക്കഡായിട്ടൊരു ഗെയിം അവിടെ വരുന്നതൊക്കെ അൻസിബ വളരെ ഈസി ആയിട്ടൊന്ന് മനസ്സിലാക്കി ഈ സംഭവങ്ങളാണ് ഇവർ ചെയ്യുന്നതെന്ന് റോക്കിയോടും ജിൻഡോയോടും അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോടൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് ഇവർക്കെതിരെ തിരിപ്പിച്ചതൊക്കെ അൻസിബയാണ്. അതൊരു നല്ല കാര്യമാണ്. കാര്യം എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് അൻസിബ അവിടെ വർക്ക് ചെയ്ത് വെച്ചത്. അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് അൻസിബയോട് കൂടുതൽ താല്പര്യം. പിന്നെ അൻസിബ ടോട്ടലി ഈ ഗെയിമിൽ ഒരു നല്ല രീതിയിലൊരു ക്യാരക്ടർ അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അൻസിബ ഒരിക്കലും ചേഞ്ച് ചെയ്തിട്ടില്ല. വളരെ നല്ല കുട്ടിയാണെന്നുള്ളൊരു അഭിപ്രായം എല്ലാ ആൾക്കാർക്കും അൻസിബയെ പറ്റിയുണ്ട്. അപ്പോൾ അതാണ് അവർ ഈ അൻസിബേനെ പുറത്താക്കിയതിൽ സങ്കടം ഉള്ള ഒരു കാര്യമായിട്ട് പറയുന്നത്. പക്ഷേ അൻസിബേനെ പുറത്താക്കിയതിൽ പ്രശ്നമില്ലാത്ത ആൾക്കാരുമുണ്ട്. പക്ഷെ അവരും പറയുന്നൊരു കാര്യം, അൻസിബയേക്കാളും അർഹതയില്ലാത്ത ആൾക്കാർ സ്റ്റിൽ അവിടെ സർവൈവ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഋഷിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രീതുവിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഋഷി ഒരു ലൈറ്റ് ഇതാണെങ്കിൽ ശ്രീതുവിനെ ഭയങ്കര ഷാർപ്പായിട്ട് തന്നെയാണ് അൻസിബ ഫാൻസ് എതിർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സാഹചര്യം കൊണ്ട് ഈ ഒരു എവിക്ഷൻ അൺഫെയർ ആണെന്നുള്ളതാണ് അൻസിബ ഫാൻസ്, അല്ലെങ്കിൽ പൊതുവെ ബിഗ് ബോസിൻ്റെ ആരാധകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരിയുണ്ട്. അൻസിബ ആദ്യം തന്നെ പോകേണ്ടതായിരുന്നു, ഇത്ര നാളവിടെ നിന്നത് ഇവരുടെ സിമ്പതി കൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല കുട്ടി ചമഞ്ഞിട്ടാണെന്നുള്ളതൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തും ഒത്തിരി ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അടുത്തത് വരുന്ന അപ്സരയാണ്. അപ്സരയുടെ കേസ്, അപ്സര ശരിക്കും ഒരു ഫൈനൽ 5 നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ആൾക്കാരാണ്. അപ്സര പുറത്തായപ്പോൾ ഏഷ്യാനെറ്റ് പോലും അവരെ എഴുതി വെച്ചിരിക്കണം. അവരുടെ പോസ്റ്റിൽ പോലും അവർ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. കാര്യം ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അറിഞ്ഞുകൊണ്ടും വോട്ടിംഗ് അറിഞ്ഞുകൊണ്ടും ഇവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് അങ്ങനെ ഒരു വാർത്ത അപ്സരയുടെ എവിക്ഷനെ പറ്റി പറഞ്ഞത്. അതായത് ഫൈനൽ 5 എക്സ്പെക്റ്റ് ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റാണ്. എങ്ങനെ അവർ പുറത്തേക്ക് പോയി എന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പോലും ഏഷ്യാനെറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അതിശയകരമായ ഒരു കാര്യം. അപ്പോൾ ഇതിനകത്തേക്ക് വരുന്നതിന് മുന്നേ അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം ഒരു വെടി പൊട്ടിച്ചായിരുന്നു. നമ്മളെല്ലാവരും അത് വീഡിയോ കണ്ടതാണ്. അതുകൊണ്ട് നമ്മളതിൻ്റെ ഒരു വീഡിയോ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ അഖിൽ മാരാർ പറഞ്ഞത് അറിയാലോ, ആൽബി എന്ന് പറയുന്നതാണ് അൻസിബയുടെ രണ്ടാമത്തെ ഹസ്ബൻഡ്. അൻസിബ ഓൾറെഡി ഡിവോഴ്സ്ഡാണ്. അതിനുശേഷം കല്യാണം കഴിച്ചാണ് ആൽബി എന്ന് പറഞ്ഞ വ്യക്തിയെ. അപ്പോൾ അൻസിബ എന്തുകൊണ്ട് ഡിവോഴ്സ്ഡ് ആയെന്നുള്ളതൊക്കെ ആദ്യത്തെ ഹസ്ബൻഡ് 1-2 വീഡിയോകളിലൂടെയൊക്കെ പറഞ്ഞതായിട്ട് എവിടെയോ കണ്ടു, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരുടെ വീഡിയോ അങ്ങനെ ഒരാൾക്കാരെ അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ അതൊന്നും ഇവിടെ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അപ്സരയുടെ കേസ് പറയുകയാണെങ്കിൽ, ആൽബി എന്ന് പറഞ്ഞ വ്യക്തി അറിയാലോ, ഒരു സീരിയൽ സംവിധായകൻ, റൈറ്റർ കൂടിയാണ്. അദ്ദേഹം ബിഗ് ബോസിൽ നമ്മുടെ ഫാമിലി ടാസ്കിൽ വന്നു. അതിനുശേഷം ആള് പുറത്ത് പോയിട്ട് ഏതോ ഗ്രൂപ്പിൽ അൻസിബ എവിക്റ്റഡായി എന്നുള്ള ഒരു പോസ്റ്റ് ഷെയർ ചെയ്തെന്നുള്ളതാണ് അഖിൽമാരാർ പറയുന്നത്. അപ്പോൾ അഖിൽമാരാർ ഈ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഖിൽമാരാരുടെ കുറച്ച് നാളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, സമീപകാലത്ത് വന്ന അഖിൽമാരാർ ആദ്യം വെടിപൊട്ടിച്ചത് ബിഗ് ബോസിനെതിരെയാണ്. ബിഗ് ബോസിൽ ടോപ്പ് ഇതിൻ്റെ ആ ഗ്രൂപ്പിൽ നിൽക്കുന്ന ഒരു 6 പേരുണ്ടെങ്കിൽ അതിൽ 2 പേരുടെ ഉഡായിപ്പ് ഗെയിമിന്, ഉഡായിപ്പ് സ്ട്രാറ്റജി, ഉഡായിപ്പ് പെണ്ണുപിടുത്തം ഇതിനെപ്പറ്റിയാണ് അഖിൽമാരാർ വീഡിയോ ചെയ്തത്. അപ്പോൾ കാസ്റ്റിംഗ് കൗച്ചൊക്കെ ശരിക്കും വളരെ ഈസി ആയിട്ട് പൊങ്ങി വന്നൊരു സമയം കൂടിയായിരുന്നു. അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള വീഡിയോകൾ അഖിൽമാരാർ ചെയ്തു.
അതിനെ സപ്പോർട്ട് ചെയ്യാണ്ട് അതിനെ എതിർത്തുകൊണ്ടും പല ആൾക്കാർ തന്നെ ആ സീസണിലുള്ള ആൾക്കാരൊക്കെ വന്നു. റിനോഷ് ജോർജ് വന്നത് അഖിൽമാരാരെ എതിർത്തുകൊണ്ട് വന്നു, ശോഭ അതിനെ എതിർത്തുകൊണ്ട് വന്നു, ഹനാൻ അതിനെ എതിർത്തുകൊണ്ട് തല്ലണമെന്ന് പറഞ്ഞു വന്നു അഖിൽമാരാരെ. അപ്പം ശോഭ അതിനിടയ്ക്ക് കേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ബിഗ് ബോസ് ഹൗസിൽ പോകുന്ന സ്ത്രീകൾ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ ഭാഗമായിട്ട് അവിടെ കിടന്നു കൊടുക്കുന്നു എന്നുള്ളൊരു പ്രസ്താവന അഖിൽമാരാർ അവിടെ പറഞ്ഞു. പക്ഷേ അത് എല്ലാവരുടെയും കാര്യത്തിലല്ല അഖിൽമാരാർ അത് പറഞ്ഞത്. പക്ഷേ അഖിൽമാരാരുടെ ഒരു പ്രസൻറ്റേഷൻ രീതി എന്ന് പറയുന്നത് ഈ ആദ്യകാലങ്ങളിലെ പോലെയല്ല. ഇപ്പോൾ പല ആൾക്കാരും അതിനെ എടുത്താണ് ഇപ്പോൾ കുടഞ്ഞിട്ടിരിക്കുന്നത്. അഖിൽമാരാരുടെ ഒരു പ്രസൻറ്റേഷൻ രീതി എന്ന് പറഞ്ഞത് സ്ഫുടമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷാർപ്പാണ്, കുറച്ച് പവർഫുള്ളാണ്, അടിച്ച് ഏൽപ്പിക്കുന്ന പോലത്തെ ഒരു രീതിയാണ്. ഓക്കെ, അപ്പോൾ അത് പല ആൾക്കാർക്കും പെട്ടെന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം എല്ലാവരും ഉൾക്കൊള്ളിച്ചാണ് പറയണത്, ആദ്യം കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ തെറ്റായിട്ട് തോന്നാം. പക്ഷേ അദ്ദേഹം അതിന് രണ്ടാമത് ചോദിക്കുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള രീതികളിൽ പുള്ളി അത് പറഞ്ഞ് വലിപ്പിക്കാറുണ്ട്. അത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 5 ആ കോടതി ടാസ്ക് വന്നപ്പോൾ അഖിൽമാരാർ എല്ലാവരും എതിര് വന്നപ്പോഴും പുള്ളി ഒറ്റയ്ക്ക് നിന്ന് അവിടെ എങ്ങനെ അത് വിജയിപ്പിച്ചു, പുള്ളിയുടെ ഭാഗത്ത് ആ വിജയം ആക്കി എന്നുള്ളത് പുള്ളി ആ കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി കണ്ടപ്പോൾ നമുക്കൊന്ന് മനസ്സിലായി. അതേ കാര്യം തന്നെയാണ് ഇവിടെ പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങൾക്കും പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്കത് തെറ്റായിട്ട് തോന്നുമെങ്കിലും പുള്ളി അത് പുള്ളിയുടേതായ രീതിക്ക് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുമ്പോൾ പുള്ളിയുടെ ഭാഗത്തായിരിക്കും ശരി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഇത് മനസ്സിലാക്കാണ്ടാണ് എല്ലാവരെയും പോലെ തന്നെ ആൽബി എന്ന് പറഞ്ഞ ഒരാൾ അഖിൽമാരാരുടെ ഫാമിലിനുൾപ്പെടെ പെണ്ണുങ്ങൾ പോകുന്നത് അങ്ങനെയാണെങ്കിൽ നീ വിജയിച്ചത്, നിനക്ക് ബിഗ് ബോസ് ട്രോഫി കിട്ടിയത് നിൻ്റെ വീട്ടിലെ നിൻ്റെ ഭാര്യയും അമ്മയും മക്കളും ഈ പണിക്ക് പോയിട്ടാണെന്നുള്ളത് ചോദിച്ചു. അത് വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമായിപ്പോയി. അത് ശരിക്കും പോലീസ് കേസൊക്കെ എടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അത് അഖിൽമാരാർ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ അഖിൽമാരാർ ഒരു കൗണ്ടർ വീഡിയോ ചെയ്തായിരുന്നു. ആൽബിയുടെ പ്രശ്നം പച്ചത്തെറി വിളിച്ചുള്ള ഓഡിയോ ക്ലിപ്പൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പച്ചത്തെറി എന്ന് പറഞ്ഞാൽ ലോകതെറിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളി അതിനകത്ത് പറയുന്നൊരു കാര്യം, ആൽബി എന്ന് പറഞ്ഞ ഒരാൾ ഇതേപോലെ ബിഗ് ബോസിൽ പോയി അതിനുശേഷം വന്ന് ഒരു പോസ്റ്റ് ഇടുവാണ് അൻസിബ എവിക്റ്റായെന്ന് പറഞ്ഞിട്ട്. ശരിക്കും എവിക്റ്റ് ആയിട്ടില്ല. അപ്പോൾ പുള്ളിയുടെ ഉദ്ദേശം അഖിൽമാരാർ പറയുന്നത് ആൽബിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ആൽബിക്ക് സംശയമാണ്, സംശയരോഗം എന്ന് വേണേൽ പറയാം. അതായത് ഓൾറെഡി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള അപ്സരയാണ്. ഒരാളെ ഒഴിവാക്കിയിട്ടാണ് തൻ്റെ അടുത്തേക്ക് വന്നത്, തന്നെ കല്യാണം കഴിച്ചത്. അപ്പോൾ ഇനി തൻ്റെ അടുത്ത് നിന്ന് ഈ ബിഗ് ബോസ് ഹൗസിലെങ്ങാനും അപ്സര എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്, അൻസിബ എന്നല്ലല്ലോ അല്ലേ, അപ്സര വിജയിക്കുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തന്നെ ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് പോവും. ഓക്കെ, അപ്പോൾ ഫെയിമാണല്ലോ ആൾക്കാരുടെ മനസ്സിനെ പുതിയ പുതിയ മേഖലകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേടിയിലാണ് ഈ പുള്ളി മുൻകൂട്ടി എടുത്ത പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനൊരു പോസ്റ്റ് ഇടുമ്പോൾ എവിക്റ്റ് ആകാത്ത ഒരാളെ എവിക്റ്റ് ആയെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുമ്പോൾ അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്ഥിരമായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അയാൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, പതുക്കെ വോട്ടിങ് കുറയും. അപ്പോൾ എന്ത് ചെയ്യും, ബിഗ് ബോസ് നൈസായിട്ട് ടിക്ക് എവിക്റ്റ് ആകും. ഓക്കെ, ആ ഒരു സ്ട്രാറ്റജി പുള്ളിയുടെ പ്രയോഗിച്ചെന്നുള്ളതാണ് അഖിൽമാരാർ പറയുന്നത്. അഖിൽമാരാർ ഇത് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ അത് സംഭവം അങ്ങനെ തന്നെ നടന്നതുപോലെയാണ് അപ്സരയുടെ എവിക്ഷൻ കണ്ടപ്പോൾ നമുക്കും തോന്നിയത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഒരു എവിക്റ്റായിട്ട് വന്ന വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും പല രീതിയിൽ കമൻറ്റ് ഇടുന്നുണ്ട്, അപ്സര ഈ വീഡിയോ കാണാണ്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അപ്സര ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ഇവിടുന്ന് എവിക്റ്റായിട്ട് വന്നു, അപ്പോൾ ഈ വീഡിയോ ഇതിന് നടന്ന കാര്യങ്ങളൊന്നും അറിയാണ്ടിരിക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആൽബിക്ക് പണിയാകും എന്നുള്ള രീതിയിലൊക്കെയാണ്. ആൽബി അതിൻ്റെ വേറെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. അഖിൽമാരാറാണ് ഈ വീഡിയോയുടെ ക്ലിപ്പൊക്കെ പുറത്തേക്ക് വിട്ടത്, സംസാരിച്ച കാര്യങ്ങളൊക്കെ. താനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പുള്ളിയുടെ അപ്പോൾ അപ്സര പുറത്തേക്ക് എത്തി. ഇനിയിപ്പോൾ പുള്ളിക്ക് ഒരു സമാധാനം എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിയുടെ സംസാരം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആഴ്ചയിലെ കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. ഈ രണ്ടുപേരുടെയും എവിക്ഷനിൽ എനിക്ക് തോന്നിയത് അപ്സരയുടെ എവിക്ഷൻ ഇപ്പോൾ അൺഫെയർ ആണ്, അൻസിബയുടെ ശരിക്കും അൺഫെയർ അല്ല, ഫെയർ എവിക്ഷനാണ്. ഇത്ര നാൾ നിന്നു. പിന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ അൻസിബയേക്കാളും അർഹതയില്ലാത്ത ആൾക്കാർ സ്റ്റിൽ അവിടെ സർവൈവ് ചെയ്യുന്നു. അതാണ് പല ആൾക്കാരുടെയും പ്രശ്നം. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ഫാൻ ബേസും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വോട്ടും കാര്യങ്ങളും ഇതിനെപ്പറ്റി മൊത്തമായിട്ടൊന്നും ആൾക്കാർക്ക് അറിയില്ല. ഈ വോട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണോ പുറത്താകുന്നത്, ആ വോട്ട് ആര് കൗണ്ട് ചെയ്യുന്നു, അതിൻ്റെതായിട്ടുള്ള ഒരു വേയൊന്നും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വേയൊന്നും അവരെവിടെയും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന വിശ്വസിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഇനി അങ്ങോട്ടേക്ക് കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ആരൊക്കെയാണ് പുറത്താകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കിടന്ന് തല്ലുപിടിക്കാനോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാര്യം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരെയൊക്കെ ചിലപ്പോൾ എവിക്റ്റ് ആവും.
ഫൈനലി ജിൻഡോ ഉണ്ടാവും എന്നുള്ളൊരു 100% സാധ്യതയുള്ള കാര്യമാണ്. ജിൻഡോ ഉണ്ടാവും. അഭിഷേക് ശ്രീകുമാർ കയറി വരുന്നുണ്ട്. പുള്ളി കുറേ നാൾക്ക് ആദ്യം ഒന്ന് കത്തി കയറിയെങ്കിലും പുള്ളിനെ ഒന്ന് ഒഴിവാക്കിയൊക്കെ ചവിട്ടിപ്പിടിച്ച് നിർത്തി. പുള്ളിക്ക് 2 ചീത്തകളൊക്കെ കേട്ട് പുള്ളി ഒന്ന് ഡൗൺ ആയതായിരുന്നു, നമ്മുടെ സിബിനെ പോലെ. വീണ്ടും അഭിഷേക് ശ്രീകുമാർ കയറി വരുന്നുണ്ട്. അപ്പോൾ നല്ല ഫാൻ ബേസും പുള്ളിക്കുണ്ട്. നമ്മളിട്ട പോളിങ്ങിലൊക്കെ പുള്ളിക്കാണ് ജിൻഡോ കഴിഞ്ഞാൽ പിന്നെ ഫാൻ ബേസ് വന്നിരിക്കുന്നത്. ജാസ്മിൻ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഇവരെ എവിക്റ്റ് ആക്കുമ്പോൾ വിഷയം എന്ന് പറഞ്ഞത്, ഇപ്പോൾ അർഹതപ്പെട്ട പല ആൾക്കാരും എവിക്റ്റ് ആക്കുമ്പോൾ ജാസ്മിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇത് ചെയ്യുന്നത്. അതായത് അഖിൽമാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ വേറൊരു തരത്തിലേക്ക് ഇവർ ജാസ്മിനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും കാര്യങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ ജാസ്മിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇത്രയും ചെയ്യുന്നത്. ജാസ്മിൻ വേറെ തലയുടെ പരിപാടികളൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ ഒത്തിരി ആൾക്കാർ അവിടെ ഇവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഒരു ധാരണയില്ലാത്ത കാര്യങ്ങളാണ്, നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ നിലവിലത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും.